C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. നാളെ ഞാൻ എന്റെ മൂത്ത മോളുടെ ഭർത്താവിന്റെ വീട് വരെ ഒന്ന് പോവാ. പോകുന്നതൊക്കെ കൊള്ളാം. അവിടെ പോയിട്ട് പറയാൻ പാടില്ലാത്തതൊന്നും പറയരുത്. എന്ത് പറയണം എന്ത് പറയണ്ടെന്നൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാ ഞാൻ. അതുകൊണ്ട് നീ എന്നെ സംസാരിക്കാൻ പഠിപ്പിക്കണ്ട. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ എന്റെ മോള് ദുഃഖിക്കരുത്. നീയും ഇവളും കൂടി നല്ല വീട് കാണാൻ പോയപ്പോ അച്ഛനെ കണ്ടില്ലെന്ന് പറഞ്ഞ് മരുമോന്റെ അമ്മ കുറ്റപ്പെടുത്തിയില്ലേ? അതിനൊരു അവസാനമാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അല്ല, അത് നിനക്ക് കുറച്ചിലാണെങ്കിൽ ഞാൻ പോകുന്നില്ല. എന്തേ? എനിക്കെന്ത് കുറച്ചില്? അച്ഛനമ്മമാര് മക്കളെ കെട്ടിച്ചയച്ച വീട്ടിലേക്ക് പോകുന്നത് പതിവുള്ള കാര്യമല്ലേ? പക്ഷെ പോവാൻ പോകുമ്പോ എന്നെ തടയുന്ന രീതിയിലല്ലേ നിന്റെ സംസാരമൊക്കെ? ഏതായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഇത്രയും കാലം കാലാണ് ഈ കുടുംബത്തിന് വേണ്ടി ചെലവാക്കാത്തവൻ എന്നുള്ളൊരു പേരുദോഷം ഇനി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കാനാ ഇനി എന്റെ തീരുമാനം. അച്ഛനെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം? എന്താണാവോ? അച്ഛന് മാറിക്കൂടെ? ഇനിയിപ്പോ അതും കുറ്റമായോ? ഞാനേ ഏറ്റവും കൂടുതൽ വായിട്ട് അലച്ചിട്ടുള്ളത് കോടതിയിലല്ല, ഈ വീടിന്റെ അകത്താ. ഇനി ഞാൻ സൂക്ഷിച്ചേ പറ്റൂ. അച്ഛനോട് ഇത്തിരിയെങ്കിലും സ്നേഹമുള്ള മോളായിരുന്നു എന്റെ മൂത്ത മോള്. അവള് പടിയിറങ്ങിപ്പോയി. ഇനിയിപ്പോ ഇവിടെ ഉള്ളത് ഭർത്താവിന്റെ നേരെ വിരൽ ചൂണ്ടുന്ന ഒരു അമ്മയും ആ അമ്മയ്ക്കൊപ്പം അച്ഛനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു മകളുമാണ്. എന്തെങ്കിലും ഒരു ദിവസം മക്കളും മരുമക്കളും കൂടെ അവിടെ കഴുത്ത് പിടിച്ച് ഞെരിക്കും. അതുപോലെ തന്നെ ഞാൻ എന്നാ വയലന്റ് ആകുന്നെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അങ്ങനെ വയലന്റായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവളെ ഒരു ശത്രു രാജ്യമായിട്ടങ്ങ് പ്രഖ്യാപിക്കും. അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാതിരുന്നാൽ അവക്ക് കൊള്ളാം. ഗംഗേ, എന്തോ? എന്താ ഇവിടെ ഒരു സംസാരം? അല്ല, ഞാൻ ഈ പാചകങ്ങളെ പറ്റി മോക്കൊരു ക്ലാസ് കൊടുക്കുമായിരുന്നു. എന്നിട്ട് മരുമോള് പാചകമൊക്കെ പഠിച്ചോ? മോക്ക് കൊറേയൊക്കെ അറിയാം. എന്നാ അറിയാത്തത് ഒരുപാട് പഠിപ്പിച്ചു കൊടുക്കണ്ട. ഒരിക്കലും ഇല്ല. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. കൊറേ നേരം ആയല്ലോ പച്ചക്കറി അരിഞ്ഞോണ്ട് നിക്കാൻ തുടങ്ങിയിട്ട്. ഫ്രിഡ്ജിൽ ഓറഞ്ച് ആപ്പിളൊക്കെ ഇല്ലേ ഗംഗേ? ഉണ്ട്. ഒരു ജ്യൂസ് അടിച്ച് ചാരുമോൾക്ക് കൊണ്ട് കൊടുക്ക. ഇപ്പൊ കൊടുക്ക. അല്ല, ജ്യൂസ് ഞാൻ കൊടുത്താ പോരെ? ഒരാളോട് ഒരു കാര്യം പറഞ്ഞാ അതങ്ങ് അനുസരിച്ചോണം. അല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൈ കടത്തേണ്ട കാര്യമില്ല. ഗംഗയോടാ പറയുന്നത്. മനസ്സിലായി. നിങ്ങൾ ഇവിടെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അല്ല, വേറൊന്നുമല്ല. കയറി വരുന്ന പെൺകുട്ടി എങ്ങനെ വീട്ടിൽ നല്ല മരുമകളാകാം, അതിനെപ്പറ്റി ഒരു ക്ലാസ് എടുത്തു കൊടുക്കുകയായിരുന്നു. എന്നിട്ട് ക്ലാസ് ഒക്കെ ഇവിടെ തലേ കേറുന്നുണ്ടോ? മോളെല്ലാം മനസ്സിലാക്കി. മനസ്സിലാക്കിയിട്ട് ഇവിടെ എനിക്ക് എന്തെങ്കിലും ശ്വാസം മുട്ടൽ ഉണ്ടാക്കിയ ക്ലാസ് കേട്ടവളെയും ക്ലാസ് എടുത്തവരെയും ഞാൻ പറപ്പിക്കും. അതിപ്പോ ചാരുവിന്റെ അമ്മയെ പോലെ എനിക്ക് തോന്നി. എന്റെ അമ്മ സുന്ദരിയല്ലേ? അതെ. എല്ലാരും അവരവരുടെ അമ്മമാരെയും അച്ഛന്മാരെ പോലെയൊക്കെ തന്നെ ഇരിക്കുന്നത്. എങ്കിലും അവർക്ക് ചിലപ്പോ ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാറുമായിട്ട് നേരിയ സാമ്യമൊക്കെ ഉണ്ടായിന്ന് വരാം. അങ്ങനെ ഏത് സ്റ്റാറുമായിട്ടാ എനിക്ക് സാമ്യം? ഞാനങ്ങനെ പുതിയ സിനിമകളൊന്നും കാണാറില്ല. ഇപ്പൊ തിയേറ്ററിൽ പോയി പടം കാണുന്നവരുടെ എണ്ണമൊക്കെ കുറവാ. എല്ലാവരുടെ വീട്ടിലും TV ഉണ്ട്. എന്നിട്ടും സിനിമ കാണില്ലെന്ന് പറഞ്ഞാ അത് എന്റെ ചോദ്യത്തിന് മറുപടി തരാതിരിക്കാനുള്ള അടവായിട്ടേ കാണാൻ പറ്റൂ. ഇങ്ങനെ നോക്കുമ്പോ ആരെങ്കിലുമായിട്ട് എനിക്ക് സാമ്യം തോന്നുന്നുണ്ടോ? ദൈവമേ, ഞാനിപ്പോ എന്താ പറയണ്ടേ? നിനക്ക് തിമിരമുണ്ടോ? ഇല്ല. പിന്നെന്താ കാഴ്ച മങ്ങിയവരെ പോലെ ഒന്നും പറയാതെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? എനിക്ക് ഐശ്വര്യ റോയുടെ ചെറിയൊരു കട്ടില്ലേ? എന്താ നീ മിണ്ടാത്ത? അല്ല, ഇപ്പൊ അത് പറഞ്ഞപ്പോ ചെറിയൊരു കട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. ചെറുതല്ല, നന്നായിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പിന്നാലെ ആൺകുട്ടികള് ഒരുപാട് നടക്കുന്നുണ്ട്. 1-2 സിനിമാക്കാര് എന്റെ ഫോട്ടോ കണ്ടിട്ട് വിളിച്ചത്. എന്താടാ
പകൽ സമയത്ത് വീട്ടിനകത്ത് വേറെ ആൾക്കാരുണ്ടെന്നുള്ള ബോധമില്ലാതെ നടക്കുവാണോ? എന്നാ പിന്നെ സിനിമയിലൊക്കെ കാണുന്നത് പോലെ മരം ചുറ്റി ഓടറാ. ഇവിടെ 4-5 തെങ്ങുണ്ട്, അതിനെ വലം വെക്ക് രണ്ടുപേരും കൂടെ. ആണുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. കുടുംബത്തിന്റെ അന്തസ് അറിഞ്ഞ് പ്രവർത്തിക്കണമെങ്കിലേ കുടുംബം നന്നായിരിക്കണം. അല്ല, വക്കീലിന്റെ അല്ലേ മോള്, പിന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചാ മതി. ഡാ, അവൻ നിന്നെ വിളിക്കോ മറ്റോ ചെയ്തായിരുന്നോ ആ വിജയൻ? ഇല്ല. അവൻ അമ്മായി അച്ഛനല്ലേ നിന്റെ, പിന്നെന്താ വിളിക്കാഞ്ഞ്? നല്ല വീട് കാണാൻ വന്നപ്പോ വന്നതുമില്ല. അങ്ങോട്ട് വിളിച്ച് നല്ല നാല് വർത്താനം പറയണമെന്ന് എനിക്കുണ്ട്. പിന്നെ ഞാൻ അടക്കി പിടിച്ചോണ്ട് നടക്കുക. നിന്നെ നിന്റെ അച്ഛൻ വിളിച്ചായിരുന്നോടി? ഇല്ല. ആ, കൊള്ളാം, നല്ല അച്ഛൻ തന്നെ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, അയാൾ ഇനി നിന്റെ രണ്ടാം അച്ഛനോ വല്ലോ ആണോ? അല്ല, മോളെ ഇങ്ങനെ തള്ളിക്കളയുന്നത് കൊണ്ട് ചോദിച്ചതാ. എന്താ അമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? പിന്നെ എങ്ങനെ ചോദിക്കണോടാ? മനസ്സിനകത്ത് പൊന്തി വരുന്നത് പുറം തള്ളുക തന്നെ വേണം, ചോദിച്ചു തന്നെ ആവണം. അല്ല, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് ജ്യൂസ് തരാൻ വന്നത്. എന്നിട്ട് നീ ജ്യൂസ് കുടിക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ. ഓ, അത് മേശപ്പുറത്ത് വെച്ചിട്ടായിരുന്നു രണ്ടാളും കൂടെ നൃത്തം തുടങ്ങിയതല്ലേ? ഡേ, പോ, അവൻ ജ്യൂസ് കുടിച്ചോളും. ഇന്നിത്തിരി റിസ്ക് എടുത്തിട്ടായാലും നമ്മൾ രണ്ടാളും കൂടി പുറത്തോട്ട് പോകും. ആ, എന്തെങ്കിലും അപകടം ഉണ്ടായാലേ ഞാൻ സിഗ്നൽ തരാം. ഭയക്കണ്ട ദീപേ, അമ്മായി അമ്മമാരെ സ്ട്രിക്റ്റ് ആവുമ്പോ ഇങ്ങനെ കുറച്ച് കള്ളങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. നമ്മുടെ ഗതികേട് ദൈവത്തിന് അറിയാവുന്നോണ്ട് ഒന്നും സംഭവിക്കില്ല. അതെ, അവസരം വരുമ്പോ അത് മുതലാക്കിക്കോണം. ഇന്നത്തെ ദിവസം പിന്നെ കിട്ടണമെന്നില്ല. ദേ, പെട്ടെന്ന് വാ, ഞാൻ ഹോളിലുണ്ടാവും. അതെ, അവൻ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു ദീപമോട് ഇവിടെ നിന്ന് മുഷിയുകയാണെന്ന്. അതുകൊണ്ട് അവൻ ഇപ്പൊ നൈറ്റ് ഡ്രൈവിനെ കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷെ എനിക്കെങ്ങനെയാ തോന്നുന്നത്, പഴയതുപോലെ സ്നേഹത്തോടെയൊന്നും അല്ല ഉഴിച്ചിൽ നടത്തുന്നത്. കാൽപാദത്തിന് നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ കടുപ്പിച്ചങ്ങൊഴിഞ്ഞത്. കടുപ്പം വേണ്ട, അത് ഉഴിച്ചിലായാലും നിങ്ങളിടുന്ന ചായയിലായാലും. ഓ, ആയിക്കോട്ടെ. ഞാൻ കാലൊഴിഞ്ഞു തന്നാലല്ലേ രാഗത്തിന് ഉറക്കം വരൂ. ജയിലിൽ കിടന്നപ്പം ആ പതിവ് തെറ്റിക്കാണുമല്ലോ. അതുകൊണ്ട് എനിക്ക് ഉറക്കവും കുറവായിരുന്നു. രാഗം ജയിലിലേക്ക് പോയപ്പോ അതോർത്ത് ഞാൻ സങ്കടപ്പെടുവായിരുന്നു. ഒന്നിച്ച് ജയിലിൽ കിടക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് പോലും ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ആ, പിന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരു ജയിലല്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ട് നേരെ ജയിലിനകത്ത് വരുമായിരുന്നോ? എന്റെ രാഗം ആവശ്യപ്പെട്ടാൽ അതും അതിനപ്പുറവും ഞാൻ ചെയ്യും. ഒന്ന് ചുമ്മാതിരിക്കെ. എല്ലാവരുടെയും മനസ്സിലിരിപ്പൊക്കെ എനിക്ക് അറിയാം. എന്റെ ഹൃദയം പിളർന്നു കാണിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇനി തർക്കിക്കാനൊന്നുമില്ല. അതൊക്കെ പോട്ടെ, പുതിയ മരുമോളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചാ ഞാൻ എന്താ രാഗം പറയേണ്ടത്? നല്ലത് പറഞ്ഞ രാഘു അത് മോശമായിട്ട് കരുതും. നല്ലതും പറയണ്ട, മോശവും പറയണ്ട, ഉള്ളതങ്ങ് പറഞ്ഞാ മതി. ഉള്ളത് പറഞ്ഞ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട ആ കൊച്ചിനെ. ആ, ഒരു മരുമകൾ എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ പെരുമാറേണ്ടത് അതൊക്കെ ദീപമോക്ക് നന്നായി അറിയാം. എന്ന് വെച്ച് കൂടുതലങ്ങ് പുകഴ്ത്തണ്ട. എന്നാ പിന്നെ ഞാൻ മുകളിലോട്ട് ചെല്ലട്ടെ. നമ്മുടെയൊക്കെ കാലക്കേടിന് കണ്ണു തുറന്നു നോക്കുമ്പോ എന്നെ കണ്ടില്ലെങ്കിൽ സംശയിക്കും. ആ, അച്ഛൻ എത്ര നല്ല അച്ഛനാ, എന്നിട്ടും ലാലേട്ടന്റെ അമ്മ ഒരു റെസ്പെക്റ്റും കൊടുക്കുന്നില്ലല്ലോ. അച്ഛൻ്റെ കഥയൊക്കെ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇനി ജീവിതകാലം മുഴുവൻ അച്ഛൻ ഇങ്ങനെ ജീവിച്ചേ പറ്റൂ. അമ്മ ഒരിക്കലും മാറില്ല. അതുകൊണ്ട് അച്ഛൻ മാറിയേ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ തന്നോട്, ഈ വീട് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നെങ്കിൽ അതിന് ഫുൾ മാർക്കും കൊടുക്കേണ്ടത് എന്റെ അച്ഛനാ. ഇങ്ങനൊരു അച്ഛനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആ സ്ഥാനത്ത് നിർത്താൻ ആളില്ലാതായെന്ന്. ഡോ, ഇങ്ങനെ വിഷമിക്കാനുള്ളതല്ല ഇന്നത്തെ രാത്രി. ഇന്ന് നമ്മൾ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കേണ്ട രാത്രിയാ. അമ്മയുടെ വാക്ക് കേൾക്കാതെ ഓരോന്ന് ചെയ്തിട്ട് അവസാനം അമ്മയുടെ മുന്നിൽ പ്രതിയെ പോലെ നിൽക്കേണ്ടി വരുന്നത് അത് വിഷമം തന്നെയാ. അപ്പൊ നമുക്ക് ഈ യാത്ര അവസാനിപ്പിക്കാന്നോ? ഇനി തിരിച്ചു പോവാം. അങ്ങനെ പോകുന്നില്ല, നമ്മൾ കുറച്ചുകൂടി വൈകിയേ പോകുന്നുള്ളൂ. എനിക്ക് പേടിയാവുന്നില്ല അല്ലട്ടോ.
സ്വന്തം ഭർത്താവിനൊപ്പം ബൈക്കിൽ പറ്റിച്ചേർന്നിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഈ ലോകത്ത് ഒരു പെൺകുട്ടികളും ബൈക്കാറില്ല. അങ്ങനെ കറങ്ങുമ്പോഴും എന്റെ മനസ്സിൽ കിടക്കുന്നത് ലാലേട്ടന്റെ അമ്മയുടെ മുഖം. അമ്മ എങ്ങാനും നമ്മുടെ ഭാഗ്യക്കേട്ടിന് എഴുന്നേറ്റാൽ പിന്നെ എന്താ ഉണ്ടാവെന്ന് അറിയാലോ. അതേപ്പറ്റി ചിന്തിക്കാതിരുന്നാൽ ഇങ്ങനെ ഒരു ഭയവും ഉണ്ടാവില്ല. തൽക്കാലം അമ്മയുടെ മുഖം മറന്നിട്ട് നമുക്ക് നമ്മുടെ യാത്ര തുടരാം. വാ. ഓ, ഈ കൂർക്കമ്പലി സഹിക്കാൻ വയ്യാത്തോണ്ടാ ഇയാളോട് കുറച്ച് ദിവസമായിട്ട് താഴെ കിടക്കാൻ പറഞ്ഞത്. എന്നിട്ടും രക്ഷയില്ല. ഇനി കിടന്നാലും ഉറക്കം വരത്തില്ല. ഓ, ഒടുക്കത്തെ കൂർക്കമ്പലി തന്നെ. ഫാനിന്റെ കാറ്റ് കൊള്ളുന്നതിനെക്കാട്ടി പുറത്തെ കാറ്റ് കൊള്ളുന്നതാ നല്ലത്. ഊർക്കം വലിച്ച മനുഷ്യന്റെ ഉറക്കം കളഞ്ഞു. ജയന്റെ ബൈക്ക് ഇതെവിടെ പോയി? ജയ, ജയ, ആൾക്കാരെ വെറുതെ കണ്ണുവെക്കണ്ട. വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും പ്രണയങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് സർവ്വസാധാരണ. എന്നാൽ ഒന്നിച്ച് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹവും പ്രണയവും ഉണ്ടല്ലോ, അതിനപ്പുറം സുഖവും സന്തോഷവും ഈ ലോകത്ത് മറ്റൊന്നുമില്ല. അതുകൊണ്ട് അമ്മ അടിച്ചാലും വഴക്ക് പറഞ്ഞാലും എന്നെ ഇട്ടിട്ട് പോകരുത് കേട്ടോ. ഒരിക്കലും ഇല്ല. ലാലേട്ടൻ എന്നെ പറഞ്ഞു വിടാതെ. എന്റെ ഹൃദയത്തിലാണ് ദീപ ഇപ്പോ. അതുകൊണ്ട് ഈ ഹൃദയം നിൽക്കണം തന്നെ പറഞ്ഞു വിടാൻ. എന്താ മരുമോന്റെ വീട്ടിലേക്ക് തന്നെ പോകുന്നത്? എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞതേ പറയാനുള്ളൂ. അവിടെ പോയിട്ട് എന്റെ മോളുടെ താലി ഇറക്കുന്ന സംസാരം ഒന്നും സംസാരിച്ചിട്ട് വരരുത്. നീ എന്നോട് ഒരു അക്ഷരവും പറയാതെ ഇവിടെ നിന്ന് യാത്രയാക്കി കഴിഞ്ഞാൽ ഞാൻ മാന്യമായിട്ട് പോയിട്ട് വരും. ഒരു കാര്യം നീ ചെയ്യരുതെന്ന് പറഞ്ഞാൽ പിന്നെ അത് ചെയ്യാനുള്ള ടെൻഡൻസി എനിക്ക് കൂടിക്കൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. സ്വന്തം മകളുടെ കാര്യത്തിലെങ്കിലും ആ സ്വഭാവം മാറ്റിവെക്കൂന്ന് എന്റെ വിശ്വാസം. മാറ്റിവെക്കാന്ന് വിചാരിച്ചാലും നീ സമ്മതിക്കില്ലല്ലോ. മനുഷ്യനോട് സംസാരിക്കാനും പെരുമാറാനും നിനക്ക് മാത്രമേ അറിയൂ എന്നാണ് നിന്റെ വിശ്വാസം. അതുകൊണ്ടല്ല. ജയലാലിന്റെ അമ്മ മറ്റുള്ള അമ്മമാരെ പോലെയല്ല. അവർ ക്രിമിനൽ മൈൻഡുള്ള കൂട്ടത്തിലാ. നിന്റെ മൈൻഡ് തന്നെ എന്ന് പറഞ്ഞാ പോരെ? ഭർത്താവിനെ അടക്കി ഭരിക്കുന്ന ഭാര്യ തന്നെ അവരും. ഇവിടെ ഞാൻ നിങ്ങളെ അടക്കി ഭരിച്ചിട്ടൊന്നുമില്ലല്ലോ. നിങ്ങളോട് ഇതുവരെ ആജ്ഞാപിച്ചിട്ടുമില്ല. ഒരു ഇത്തിരി പോലും മനസമാധാനം തരില്ലല്ലോ. അതുപോലെ ഒരിക്കലും ചിന്തിക്കാത്ത ബന്ധം എന്റെ മോൾക്ക്. ഹലോ, എന്തായി മോളെ? ഇവിടെ കുഴപ്പമൊന്നുമില്ല. അച്ഛൻ മാന്യമായിട്ട് തന്നെയാ എല്ലാവരോട് സംസാരിക്കാൻ പെരുമാറൊക്കെ ചെയ്യുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറയണേ മോളെ. അമ്മേ, ദേ ഞാൻ ദിയയുടെ കൈ കൊടുക്കാം. ഇവിടെ അമ്മ ആകെ ടെൻഷനില്ല ചേച്ചി. ഞാനും അങ്ങനെ തന്നെയാ. ഒരു കുഴപ്പമില്ലെന്നേ. അല്ലെങ്കിൽ തന്നെ അച്ഛൻ എന്റെ ജീവിതം നശിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള ആളൊന്നും അല്ലല്ലോ.
ഇന്നലെ ലാലേട്ടന്റെ അമ്മ പരാതി പറഞ്ഞതുകൊണ്ടാ അച്ഛൻ ഇവിടേക്ക് വന്നത്. ശരി ചേച്ചി, ഞങ്ങൾ ഇടയ്ക്ക് വിളിച്ചോളാം. ശരി മോളെ. അച്ഛൻ ഇങ്ങോട്ട് വന്നത് അമ്മയ്ക്കും അനിയത്തിക്കും ഒക്കെ ആദ്യമായില്ലയോ? എന്റെ അച്ഛനെ പറ്റി ലാലേട്ടൻ അച്ഛനോട് പറഞ്ഞു കാണുമല്ലോ. ജയമോനേക്കാൾ കൂടുതല് ഡോക്ടർ ഇക്ബാലാ എന്നോട് പറഞ്ഞത്. സത്യം പറയാമല്ലോ, അതിന്റെ ഒരു നീരസം എനിക്ക് മോളുടെ അച്ഛനോടുണ്ട് കേട്ടോ. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ മോളെ. ഭാര്യ നന്നായാൽ ഭർത്താവ് തരികിടയായിരിക്കും, അതുപോലെ തന്നെ തിരിച്ചും. ഇനി പെൺകുട്ടികൾ ഏറിച്ചില്ലെന്ന വീട്ടിൽ അമ്മായിയമ്മ നല്ലതാണെങ്കില് മരുമകള് മഹാതരികിടയായിരിക്കും, അതുപോലെ തന്നെ മരുമകൾ നന്നായാലുള്ള കാര്യവും. ഇതൊക്കെ ലോകം ഉണ്ടായ കാലം മുതലേ അങ്ങനെ തന്നെ മോളെ. ഇനിയിപ്പം നമ്മളെ കൊണ്ട് മാറ്റാനൊട്ട് പറ്റത്തുമില്ല. പെൺകുട്ടികൾ സാധാരണ അമ്മമാരുടെ സ്വഭാവമാ പകർത്തുന്നത്. എന്ന് വെച്ചാൽ അമ്മ നന്നായാൽ പെൺമക്കള് നന്നാവും. മോളുടെ അമ്മ സത്യസന്ധയായ ഒരു വില്ലേജ് ഓഫീസറായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ മക്കൾക്ക് രണ്ടാൾക്കും ആ ഗുണം കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ കാര്യം ഇപ്പൊ തന്നെ മനസ്സിലായി കാണുമല്ലോ. അമ്മ ക്രിമിനലാ, അതുകൊണ്ട് പെൺമക്കൾക്കും ഉണ്ട് ആ ക്രിമിനൽ സ്വഭാവം. പിന്നെ ദോഷം പറയരുതല്ലോ. എന്റെ രണ്ടാമക്കളും എന്റെ തനി പകർപ്പ, അതുകൊണ്ട് അവരെ മനുഷ്യർ എന്ന് വിളിക്കാം. അമ്മ ഇതൊന്നും കേൾക്കണ്ട. ഇപ്പൊ മോളുടെ അച്ഛന്റെ അടുത്ത് പൊങ്ങച്ചം പറഞ്ഞോണ്ടിരിക്കല്ലേ, അതുകൊണ്ടൊന്നും കേക്കത്തില്ല. ദൈവമേ, അവിടെ കാലെ പിടിച്ച് നിലത്തടിക്കേണ്ട അവസ്ഥ എനിക്കുണ്ടാക്കല്ലേ. എന്റെ ഇളയ സന്താനം അമ്മയുടെ അമ്മാവിയമ്മ എന്നും പറഞ്ഞ് വളർന്നു വരിക. അവളെ കെട്ടാൻ ഒരുത്തം വരുമ്പോ ഭാരത്തിന് പകരം അവന്റെ കയ്യിൽ ഒരു റീത്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ സ്വന്തം മകളാണെങ്കിലും അവൾക്കൊപ്പം ജീവിക്കുന്നവൻ ഒരു വിഷപ്പാമ്പിനൊപ്പം ആ ജീവിക്കുന്നുള്ള ബോധം എനിക്കുണ്ട്. പാല് കൊടുത്താലും കുത്തും. അമ്മ എങ്ങനാ? മോള് പിന്നെ മാറൂ. മോളെ കല്യാണം കഴിച്ചു വിട്ട വകയില് ഒരു 25 ലക്ഷം രൂപ തരാനുണ്ടല്ലോ. അതിലൊരു 10 ലക്ഷം രൂപ ഇപ്പൊ തരാന്ന് വെച്ചു. ചെക്കായിട്ടാണ് കേട്ടോ. ഇത് പയ്യനേക്കാളുപരി പയ്യന്റെ അമ്മയുടെ കയ്യിൽ തരണമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ തന്നെയാ വേണ്ടത്. തലയിരിക്കുമ്പോ വാലാടരുതല്ലോ. അമ്മയുള്ളപ്പോ മക്കൾക്ക് എന്താ കാര്യം ഇതൊക്കെ വാങ്ങാൻ? ഇത് വാങ്ങൂ. അച്ഛൻ ഇത് എവിടുന്നാ കിട്ടിയത്? വിജയൻ ഇരിക്ക്. പിന്നെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴും ഡോക്ടർ ഇക്ബാലിനോട് സംസാരിച്ചപ്പോഴും എന്റെ ധാരണ വീട് ഭരിക്കുന്നതും വീട്ടിനകത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും വിജയന്റെ ഭാര്യയാണെന്നാ. എന്നാൽ ഇപ്പം മനസ്സിലായി, വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അച്ഛനാണ് വക്കീലെന്ന്. എന്റെ മക്കൾക്കും ഭാര്യയ്ക്കും ഒന്നും അറിഞ്ഞുകൂടാ ഞാൻ എങ്ങനെ ഈ പണം ഉണ്ടാക്കിയതെന്ന്. അല്ലേ, അതവരറിയേണ്ട കാര്യമില്ലല്ലോ. ഒരു കാര്യമില്ല. പിന്നെ ഇവളുടെ അമ്മ തനിക്ക് മുകളിൽ സംസാരിക്കുകയും മക്കളെല്ലാം അവളുടെ ചൊൽപ്പടിയിൽ നിർത്തുന്നുണ്ടെങ്കിൽ അത് തന്റെ കഴിവുകേടാ. വീട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ നിലയ്ക്ക് നിർത്താൻ തനിക്ക് കഴിയണം. ഇപ്പൊ താൻ വിചാരിക്കുന്നുണ്ടാവും എന്റെ വീട്ടിനകത്ത് എന്താ ഇതൊന്നും നടക്കാത്തതെന്ന്. എന്റെ ഈ വീട് നല്ല രീതിയിൽ കൊണ്ടുപോയതും മക്കളെ നല്ല രീതിയിൽ വളർത്തിയതും ഒക്കെ ഞാന്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങേരുടെ സംസാരത്തിനൊന്നും ഒരു വിലയുമില്ല. പക്ഷേ ദേ, മോളുടെ കടം വീട്ടാൻ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം 10 ലക്ഷം രൂപയായി വീടിന്റെ അകത്ത് കിടന്ന് പ്രസംഗിച്ചു എന്ന് കരുതി മക്കളുടെ ഭാവി തകർക്കണ ഒരു പ്രവൃത്തി ഞാൻ ചെയ്യില്ല. ഇനി ഞാൻ തർക്കിക്കുന്നില്ല. ഒരച്ഛൻ ചെയ്യേണ്ട കടമ തന്നെയാ ഇന്നെന്റെ മക്കളുടെ അച്ഛൻ ചെയ്തത്. അതിന്റെ നന്ദി സ്നേഹവും എനിക്ക് നിങ്ങളോടുണ്ടാവും. ഓ, എനിക്ക് ആരുടെ നന്ദിയും വേണ്ട, സ്നേഹവും വേണ്ട. നിന്റെയൊക്കെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടല്ല ഞാനിതൊക്കെ ചെയ്യുന്നത്. അവൾക്ക് തരക്കേടില്ലാത്തൊരു ബന്ധം കിട്ടി, അതെങ്ങനെയെങ്കിലും ഒന്ന് നിലനിന്ന് പോണം, അത്രമാത്രം. ഇനിയൊരു 15 ലക്ഷം ബാധ്യത. അത് ഞാൻ തന്നെ കൊടുത്തു തീർത്തോളാം.
കുടിച്ചും പെണ്ണ് പിടിച്ചും ഉള്ളതെല്ലാം ഞാൻ കളഞ്ഞു എന്നല്ലേ നീ എന്നോട് എപ്പോഴും പറയാറുള്ളത്. ഇനി എന്തായാലും ആ പറച്ചിലങ്ങ് നിർത്തിക്കോ. ഞാൻ വിചാരിച്ചാൽ നിന്റെ മോൾക്ക് കൊടുക്കാനുള്ളതെല്ലാം നിഷ്പ്രയാസം കൊടുത്തു തീർക്കാൻ കഴിയും. എന്തായാലും ബാക്കി 15 ലക്ഷം ഉടനെയൊന്നും അവരാവശ്യപ്പെട്ടില്ല. വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്ന കുടുംബമാണെന്ന് ജയലാലിന്റെ അമ്മയ്ക്ക് ഏതാണ്ട് മനസ്സിലായി. പിന്നെ നീയെല്ലാം കൂടി പറഞ്ഞു പറഞ്ഞ് മരുമോൻ എന്നോടൊരു മതിപ്പുറവുണ്ട്, അതെനിക്കറിയാം. എങ്കിലും അവനും കൂടി ആശ്വാസം കിട്ടുന്ന ഒരു പ്രവൃത്തിയാണ് ഞാൻ ഇന്ന് ചെയ്തത്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിച്ച അതിന്റെ ഇരട്ടിയായിട്ട് അവരത് തിരിച്ചു തരും. എടീ, നിന്റെയൊക്കെ ആവശ്യങ്ങൾ നടക്കുമ്പോഴേ നീ സ്നേഹിക്കൂ. അല്ലാത്തപ്പോ ഞാൻ വെറും കറിവേപ്പില. വീടിനകത്ത് കഴിയുന്ന വെറും അന്യനായ അച്ഛൻ, ഒരപരിചിതൻ. അങ്ങനൊരു തോന്നല ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോ ഈ വീടിനൊരു ഗൃഹനാഥനുണ്ടെന്ന് എനിക്കും എന്റെ കുട്ടികൾക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇനി ആ തോന്നൽ തിരുത്താതിരുന്നാ മതി. ആ, ഗൃഹനാഥൻ. എടി, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, വീടിനകത്തുള്ള ആരുടെയും വിശ്വാസം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടല്ല ഞാനിത് ചെയ്തത്. പേരുദോഷം കേൾപ്പിച്ച മോള് ഭർത്താവിന്റെ വീട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കണം, അവൾക്ക് അവിടെ സമാധാനം കിട്ടണം, അത് മാത്രം ഉദ്ദേശിച്ചിട്ട്. പക്ഷേ ഇന്ന് കണ്ട കാഴ്ചയുണ്ടല്ലോ, അതത്ര ദഹിക്കുന്നതല്ല. 10 ലക്ഷം കൊടുത്താലും 10 കോടി കൊടുത്താലും ജയിൽ പുള്ളിയായ അമ്മായിയമ്മ അവരുടെ തനി ഗുണം കാണിച്ചിരിക്കും. പൈസ കിട്ടുമ്പോ കാണിക്കുന്ന സന്തോഷമുണ്ടല്ലോ, അതൊന്നും അധിക നേരം നിലനിൽക്കില്ല. എന്ന് വെച്ചാ ഇടയ്ക്കിടയ്ക്ക് നീ അവിടെ കയറി ചെല്ലുമ്പോ മോളുടെ കരിവാളിച്ച മുഖം കാണേണ്ടി വരുമെന്നർത്ഥം. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കാൻ തന്നെ തീരുമാനിച്ചോ? ഞാൻ പറഞ്ഞല്ലോ മോളെ, ജീവിതത്തിൽ ആദ്യമായിട്ടാ മോളുടെ അച്ഛൻ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. സ്വന്തം മക്കളുടെ സങ്കടം മനസ്സിലാക്കിയിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. അതിനൊരു മാറ്റം വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ നമ്മളും വഴക്കൊക്കെ അവസാനിപ്പിച്ച് നല്ല രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ഇതുപോലെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണ്ടേ? അച്ഛന്റെ ഈ മാറ്റം ശരിക്കും ഉള്ളതാണോ അമ്മേ? എന്തായാലും ശരി, മോളുടെ അച്ഛൻ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് ഇത്രയും സന്തോഷം ഉണ്ടായിട്ടില്ല. ചേച്ചി അത് തന്നെയാ പറഞ്ഞത്. 10 ലക്ഷം രൂപ അച്ഛൻ കൊടുത്തപ്പോ കണ്ണു നിറഞ്ഞു പോയിന്ന്. ഇതൊക്കെ മക്കളെ സ്നേഹിക്കുന്ന ഒരു അച്ഛന്റെ കടമയല്ലേ? എങ്കിലും മോളുടെ അച്ഛനെ പോലെ ഒരാള് മക്കളുടെ ബാധ്യതയെപ്പറ്റി ഒരു കാലത്തും ചിന്തിക്കില്ലെന്നാ ഞാൻ കരുതിയത്. കിട്ടുന്ന പൈസ അതേപടി കളയുന്ന ശീലം അച്ഛൻ്റെത്. പിന്നെ ഇത് എവിടെന്ന് സംഘടിപ്പിച്ചോന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒന്ന് മനസ്സ് വച്ചാ 10 ലക്ഷമല്ല, 1 കോടി ഉണ്ടാക്കാൻ മോളുടെ അച്ഛന് നിസ്സാരമാണ്. പിന്നെ മോള് പറഞ്ഞ പോലെ കിട്ടുന്ന എല്ലാം അതുപോലെ ദൂർത്തടിച്ച് കളയാ. ഒന്ന് ഓർത്തു നോക്കിയേ, നിന്റെ ചേട്ടൻ നല്ലൊരു ഡോക്ടറായിട്ട് പേരെടുക്കുന്നു, നിന്റെ അച്ഛൻ കുടുംബം നോക്കുന്ന ഒരാളാവുന്നു. അങ്ങനെ വന്നാൽ ഈ വീടിനകത്ത് ഇന്നും സന്തോഷായിരിക്കും. അമ്മയുടെ ഭാരം ഒരുപാട് കുറഞ്ഞു കിട്ടും. അച്ഛനെ അമ്മയ്ക്ക് ഡിവോഴ്സ് ചെയ്തൂടെയെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഞാനും ചേച്ചിയൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അച്ഛൻ അമ്മയൊന്ന് സ്നേഹിച്ചിരുന്നെങ്കിലെന്ന്. ഇനിയത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവോ? ഇതുവരെ എന്റെ പേരിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭാഗ്യം. മോളുടെ അച്ഛന്റെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ചിലപ്പോ ഇനി അങ്ങോട്ട് അതിന് കഴിഞ്ഞൂന്ന് വരും. ഇനി എന്തായാലും എന്നോട് കയർത്ത് സംസാരിച്ചാലും ഞാൻ തിരിച്ചൊന്നും പറയില്ല. മക്കളെ സ്നേഹിക്കുന്ന, മക്കളുടെ കാര്യങ്ങൾ. നിന്റെ അച്ഛന് 10-60 വയസ്സായില്ലേ? അയാളും എന്റെ മരണം വരെ എന്റെ പിന്നാലെ ഉണ്ടാവോ? എനിക്ക് മുന്നേ അയാള് പോകുന്ന എന്റെ വിശ്വാസം. അയ്യോ, അങ്ങനെയുള്ള വിശ്വാസമൊന്നും വേണ്ട. എന്റെ അച്ഛന് മുന്നേ ചിലപ്പോ പോകുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും. എന്ന് വെച്ചാ ആയുസ് കുറയാനുള്ള എല്ലാ പണിയും നിങ്ങൾ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. ആയുസ് എടുക്കാൻ നീയൊക്കെ എന്താ കാലന്റെ അവതാരോ? മനുഷ്യർക്കിടയിലും ചില കാലന്മാരുണ്ട് വില്ലേജ് ഓഫീസറെ. അവര് പലരുടെ ആയുസ് എടുത്തിട്ടുമുണ്ട്. കോടതിയിൽ കേസും വഴക്കുമൊക്കെ ആയിട്ട് എത്തുന്നതിന് മുന്നേ ചിലർക്ക് സ്വയം വിധികളൊക്കെ അങ്ങ് കൊടുക്കും. അതിലേക്കൊക്കെ കാര്യങ്ങൾ വലിച്ചഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ. ഏത് വക്കീലിനെയാണ് വെച്ചിരിക്കുന്നത് മാഡം ഈ കേസ് ജയിച്ചു കയറാൻ? എന്റെ വക്കീലിനെ പറ്റി നീ എന്തിനാ അറിയുന്നത്?
അല്ല, ഒന്ന് അറിഞ്ഞിരിക്കാനാ. ഞങ്ങളെ വലിയ വില കൊടുത്താ ഒരു വക്കീലിനെ വെച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് അതിനുള്ള ആസ്തിയില്ലെന്നറിയാം. പിന്നെ ആരാ വരുന്നതെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ. സമയത്താള് വരും, അപ്പോ നീയെ കറിഞ്ഞാ മതി. ആദ്യം നീ നിന്റെ വക്കീലിനെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്ക്. കോടതി വിധി എതിരാവുന്നുള്ള കാര്യം ഉറപ്പാ. എന്നിട്ടും ശൗര്യത്തിനൊരു കുറവുമില്ല. അണയാൻ പോകുന്ന തീയൊന്ന് ആളി കത്തുവളിയാ. അല്ലെങ്കിൽ കത്തിക്കും. ഇതുകൊണ്ടൊന്നും ഒടുങ്ങുന്നതല്ല എന്റെ അച്ഛന്റെയും അവളോടും അവളുടെ മക്കളോടുള്ള പകയും വിദ്വേഷവും. അദ്ദേഹം എവിടെ? യുവർ ഓണർ, I am the special public prosecutor appearing in this case. ഇത്തവണ നീ പ്രാർത്ഥിക്കണം അച്ഛൻ ഈ കേസ് ജയിക്കണമെന്ന്. മോള് മാത്രമല്ല, ഞാനും പ്രാർത്ഥിച്ചോളാം. യെസ്, പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്കൊരു സാക്ഷിയെ വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പ്രൊസീഡ്. താങ്ക് യു മൈ ലോർഡ്. സെക്ഷൻ 14/22 തട്ടുപറമ്പത്ത് തങ്കപ്പൻ മകൻ ശിവദാസൻ. എന്താ ജോലി? ഞാൻ മേലെപ്പാടം ഷാപ്പിലെ സപ്ലയറാണ് സാർ. ശിവദാസിന് ജോലി എവിടെയാന്ന് പറഞ്ഞത്? കള്ളി ഷാപ്പില. സദാനന്ദൻ മുതലാളിയുടെ ബാറിൽ നിങ്ങൾ ജോലി ചെയ്തിട്ടില്ലേ? ഉണ്ട്. എത്ര കൊല്ലം ജോലി ചെയ്തു? ഒരു 4-5 കൊല്ലം ജോലി ചെയ്ത് കാണാം. അതിനുശേഷമാണ് കള്ളുഷാപ്പിലേക്ക് മാറിയത് അല്ലെ? അതെ. ഇപ്പൊ ജോലി ചെയ്യുന്ന ഈ കള്ളുഷാപ്പ് ലേലത്തിൽ പിടിച്ചിരിക്കുന്നത് ഈ പറയുന്ന സദാനന്ദൻ തന്നെയല്ലേ? അതെ. നിങ്ങൾ എന്നെ കാണാൻ 1-2 തവണ വില്ലേജ് ഓഫീസിൽ വന്നിട്ടില്ലേ? നിങ്ങളുടെ ഭൂമിയെ ചൊല്ലി ഒരു തർക്കം ഉണ്ടായപ്പോ വന്നിട്ടുണ്ട്. അന്ന് നിങ്ങൾ ഭൂമി കയ്യേറിയെന്ന് പറഞ്ഞ് നിങ്ങളുടെ അപേക്ഷ ഞാൻ സ്വീകരിച്ചില്ല, ശരിയല്ലേ? ശരിയാണ്. അന്ന് നിങ്ങൾ വില്ലേജ് ഓഫീസിന്റെ മുന്നിൽ നിന്ന് എന്താണ് പറഞ്ഞത്? നിങ്ങൾക്കതേപ്പറ്റി അറിയില്ലെങ്കിൽ എനിക്കതിനെക്കുറിച്ച് നല്ല ഓർമ്മയുണ്ട്. വില്ലേജ് ഓഫീസ് അടക്കം എന്നെ കത്തിക്കുന്ന നിങ്ങളെന്ന് ഭീഷണി മുഴക്കിയത്. അയ്യോ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങൾ അതിനുള്ള മറുപടി പറയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.